അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. പുല്ലേർക്കാട് മോഹനനാണ് മരിച്ചത്. അതിരപ്പള്ളി വൈശ്ശേരിയിലാണ് സംഭവം. പുലർച്ചെ വീട്ടുപറമ്പിൽ ആനയെത്തി കൃഷി നശിപ്പിക്കുന്നതിനിടയിൽ ആനയെ ഓടിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം സംഭവിച്ചത്. ദൃശ്യങ്ങളിലേക്ക് പോകാം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ പ്രദേശത്ത് സ്ഥിരമായി കാട്ടാന ആക്രമണങ്ങൾ അല്ലെങ്കിൽ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണോ എന്നുള്ളതാണ്. ഇത് എത്ര മണിക്കാണ് ഈ സംഭവം നടന്നത്? ഹരീഷ്, പുലർച്ചെ 2:30 മണിയോടുകൂടി രാത്രി ഈ കാട്ടാന ഇതിൽ ഇറങ്ങിയപ്പോൾ, അതായത് കൃഷിയിടത്തിലേക്ക് കാട്ടാന ഇറങ്ങിയപ്പോൾ അദ്ദേഹം ഓടിക്കാൻ പോയതാണ്. ഈ വൈശ്ശേരി സ്വദേശി മോഹനാണ് കാട്ടാന ആക്രമണത്തിൽ മരിച്ചത്. അദ്ദേഹം ഈ സമയത്ത് കാട്ടാന ശല്യം, കൃഷിയിടത്തിൽ കാട്ടാന ഇറങ്ങിയത് അറിഞ്ഞ് കാട്ടാനെ ഓടിക്കാൻ പോയതാണ്. ഈ സമയത്താണ് കാട്ടാന അദ്ദേഹത്തിന് നേരെ പാഞ്ഞെടുക്കുകയും ചവിട്ടി കൊലപ്പെടുത്തുകയുമായിരുന്നു. ഇത് സ്ഥിരമായിട്ട് ഈ മോഹനന്റെ കൃഷിയിടത്തിൽ മാത്രമല്ല, ചുറ്റുഭാഗത്തുള്ള പ്രദേശങ്ങളിലെല്ലാം കാട്ടാന ശല്യം രൂക്ഷമാണ്. ഇത്തരത്തിൽ കർഷകർ ഏത് സമയത്തും ഇങ്ങനെ കാട്ടുമൃഗങ്ങളുമായി മല്ലിടുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രദേശത്തുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതിരപ്പള്ളി വൈശ്ശേരിയിലാണ് ഈ സംഭവം. തുടർച്ചയായിട്ട് വന്യമൃഗങ്ങൾ കൃഷിയിടത്തിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അതുമാത്രമല്ല, ഇത് തന്നെ ഈ മോഹനന്റെ കൃഷിയിടത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം കാട്ടാന ശല്യം ഉണ്ടായിരുന്നു. ഇത് അവിടുത്തെ കർഷകർക്ക് ഒരു ശീലമായി മാറിയിരിക്കുന്നത്, അല്ലെങ്കിൽ അത് അവർ അതുമായി പൊരുത്തപ്പെട്ട് അതിനുള്ള ഈ കാട്ടാന ശല്യം അല്ലെങ്കിൽ വന്യമൃഗ ശല്യത്തെ എങ്ങനെ ചെറുക്കാമെന്നുള്ള രീതികളൊക്കെ, അവരുടേതായ രീതികളൊക്കെ അവർ പ്രയോഗിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാത്രിയിൽ ഈ കാട്ടാന ഇറങ്ങിയ സമയത്ത് മോഹനൻ കൃഷിയിടത്തിലേക്ക് പോയത്. കാട്ടാന ശല്യം രൂക്ഷമാണ് ഈ പ്രദേശത്ത്. അദ്ദേഹം ആ സമയത്ത് പോയ സമയത്താണ് അപ്രതീക്ഷിതമായിട്ടാണ് കാട്ടാന അദ്ദേഹത്തിന് നേരെ പാഞ്ഞെടുക്കുകയും മോഹനെ ചവിട്ടിക്കൊല്ലുകയും ചെയ്തത്. എന്തായാലും ഇന്ന് പുലർച്ചെ 2:30 മണിയോടുകൂടിയാണ് സംഭവം. മാത്രമല്ല, വീട്ടുപറമ്പിൽ ഈ ആന എത്തി കൃഷിയിടത്തിൽ എത്തി സ്ഥിരം ഇത്തരത്തിൽ കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് അതിരപ്പള്ളി പഞ്ചായത്തിൽ നിന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ആളുകൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ നേരത്തെ ഈ അധികൃതരെ സമീപിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. അവരുടെ പ്രശ്നത്തിനൊന്നും ഒരു പരിഹാരവും നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള പരാതി നിരന്തരം ഉയരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഒരു ജീവൻ കൂടി കാട്ടാന എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ഈ പ്രദേശത്തുള്ള ആളുകൾ, അതായത് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ ഈ പ്രദേശത്ത് ഏറെയാണ്. അതുകൊണ്ട് ഇന്ന് അതിരപ്പള്ളി പഞ്ചായത്തിൽ ഇന്ന് ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് ചാലക്കുടി ആനമല അന്തർസംസ്ഥാന പാത ഉപരോധിക്കുകയും ചെയ്യും. ഹരികൃഷ്ണൻ, ആജ്ഞ തന്നെയാണല്ലോ ഈ ഏകദേശം ഒരു വർഷത്തിനിടയിൽ ഏകദേശം ഒരു 5-6 മരണങ്ങളായി ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് ഒരു പതിവ് കാഴ്ചയായി മാറുന്നു. അവരുടെ ജീവൻ തന്നെ ഏകദേശം ഒരു വേലിയിൽ നിൽക്കുന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ മോഹനൻ തന്നെ ആയിക്കോട്ടെ, പലതവണ ഇതുപോലെ കാട്ടാന ഇറങ്ങുന്ന സമയത്ത് നാട്ടുകാർക്ക് ഉപകാരിയാണ്. പലപ്പോഴായി ഈ ആനകളെ തുരത്താൻ വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങുന്ന വ്യക്തിയും കൂടിയാണ് മോഹനൻ. എന്നിട്ടും ഈ തുടർച്ചയായ മരണങ്ങൾ സംഭവിച്ചിട്ട് പോലും ഈ ഒരു അനാസ്ഥ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യത്തിൽ നാട്ടുകാർ പ്രതിഷേധത്തിനിറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഹരികൃഷ്ണൻ, നാട്ടുകാർ പ്രതിഷേധത്തിന് ഇറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരന്തരം ഇത്തരത്തിൽ തദ്ദേശ ഭരണകൂടത്തോടായാലും മറ്റ് അധികൃതരോടായാലും സംസ്ഥാന ഫോറസ്റ്റ് വകുപ്പിനോടായാലും ഒക്കെ അവരുടെ പ്രശ്നങ്ങൾ അവർ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഈ വന്യമൃഗശല്യം തടയാനുള്ള പ്രതിവിധികൾ അവർക്കുണ്ടാകണം. അത് അവരെ പ്രത്യേകിച്ചും ഇത്തരത്തിൽ വനമേഖലയുടെ അടുത്ത് താമസിക്കുന്ന ആളുകൾ, അത് എറണാകുളത്തായാലും ഇവിടെ തൃശ്ശൂരായാലും വിവിധ ജില്ലകളിലെ ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗങ്ങളിലുള്ള ആളുകളെല്ലാം ഇത്തരത്തിലുള്ള വന്യജീവിയുമായി ബന്ധപ്പെട്ട് വന്യജീവിയോട് പോരടിച്ച് ജീവിക്കേണ്ടുന്ന സാഹചര്യമാണുള്ളത്. അതിന് വേണ്ടുന്ന അതിൽ ഫെൻസിങ്ങുകൾ ഉണ്ടാകണം, അല്ലെങ്കിൽ കിടങ്ങുകൾ ഉണ്ടാകണം, അതല്ലെങ്കിൽ മറ്റ് സമാനമായിട്ടുള്ള വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരാതിരിക്കാൻ സമാനമായിട്ടുള്ള രക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകണം. ഇതൊന്നും ഉണ്ടാകാതെ ഓരോ തവണയും ഒരു കർഷകൻ മരിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ
ഈ പ്രതിഷേധവുമായി മാത്രം നടക്കുകയും പിന്നീട് ആ പ്രതിഷേധ ജ്വാല കെട്ടടങ്ങുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. ആ സമയത്ത് നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്ന് മന്ത്രിതലത്തിലായാലും അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലായാലും ഒക്കെ വാഗ്ദാനങ്ങൾ നൽകുകയും അത് പിന്നീട് പാലിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അത് തന്നെയാണ് നിരന്തരം ഉണ്ടായിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഈ മോഹനൻ എന്ന് പറയുന്ന കർഷകൻ, അദ്ദേഹം ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്തരത്തിൽ അവർക്ക് അവരുടേതായ രീതികൾ ഒരുപക്ഷെ പടക്കം പൊട്ടിച്ചോ ഒക്കെ ആനയെ വിരട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. അത്തരം ഒരു രീതികളോടൊക്കെ അവർ പൊരുത്തപ്പെട്ടിട്ടുണ്ടാകാം. അത് ആ ഒരു പ്രയോഗത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അത്ര ധൈര്യത്തെ അദ്ദേഹം കാട്ടാനെ ഇറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിച്ചതും ആനയെ ഓടിക്കാൻ ശ്രമിച്ചതും. അതിനിടയിലാണ് കാട്ടാന അദ്ദേഹത്തിന് നേരെ പാഞ്ഞടിച്ചതും മോഹനെ ചവിട്ടിക്കൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തിയതും അങ്ങനെയാണ്. എന്തായാലും മൃതദേഹം ചാലക്കുടി ഈ ആശുപത്രിയിലാണ് ഉള്ളത്, ഈ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. എന്തായാലും ഹർത്താലാണ് അതിരപ്പള്ളി പഞ്ചായത്തിൽ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചാലക്കുടി ആനമല അന്തർ സംസ്ഥാന പാതയും ഉപരോധിക്കും. ഹരി, ശരി, അതിരപ്പള്ളിയിലെ ഹർത്താലാണ്. എന്തായാലും ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല, ഇതിന് മുന്നേയും ഇതുപോലെ പ്രതിഷേധം ഉണ്ടാവും, ഹർത്താലുണ്ടാവും. പക്ഷേ അതൊന്ന് കെട്ടടങ്ങുമ്പോഴേക്കും വീണ്ടും ഈ സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് തന്നെ. ഇതൊക്കെ സംഭവിച്ചാൽ പോലും ഇത് വീണ്ടും തുടരുന്നൊരു സാഹചര്യമുണ്ട്. ഒരു വർഷത്തിനിടെ 6ാമത്തെ മരണമാണ്. പക്ഷേ ഒരു തരത്തിലുള്ള പ്രതിവിധി ഉണ്ടാകുന്നുമില്ല. സർക്കാർ മാറി, പക്ഷേ എന്താണ് ഇതിന് ഇനി ഒരു പ്രതിവിധി എന്നത് സംബന്ധിച്ച് ധാരണ വേണം. പ്രത്യേകിച്ച് ജനവാസ മേഖലയിൽ കാട്ടാനകൾ മാത്രമല്ല, പല രീതിയിലുള്ള വന്യമൃഗങ്ങൾ അവിടെ ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. പുലി ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇത് ജനങ്ങളുടെ ജീവനാണ്, അത് വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ആജ്ഞയാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ